നമസ്കാരം. ഒരു മനുഷ്യന്റെ ചിന്തകളെ നിയന്ത്രിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് ബ്രെയിൻ അല്ലെങ്കിൽ തലച്ചോറ് എന്ന് പറയുന്നത്. പക്ഷെ അതിന്റെ സങ്കീർണതകളെ പറ്റിയൊന്നും നമുക്കറിയില്ല. അതുപോലെ തന്നെ ഒരുവനെ നേരെ നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് നമ്മുടെ സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്. മനുഷ്യന്റെ ഏറ്റവും സങ്കീർണത നിറഞ്ഞ ഈ അവയവങ്ങളെ പറ്റി കൂടുതൽ വിശദീകരിക്കാൻ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് പ്രസിദ്ധ ന്യൂറോ സർജൻ, സ്പൈൻ സർജനായ ഡോക്ടർ സലീം കുമാറാണ്. ഏറെ സ്നേഹത്തോടെ ആദരവോടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. ഡോക്ടർ നമസ്കാരം. നമ്മൾ എപ്പോഴും ഇങ്ങനെ കേൾക്കാറുണ്ട്, നമുക്ക് തലച്ചോറിനെ പറ്റി, നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കുന്ന ഒരാളുടെ ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് അത് തലച്ചോറാണ്. പക്ഷെ അതിന്റെ സങ്കീർണതകളെ പറ്റിയൊന്നും നമുക്ക് കൂടുതലൊന്നും ഒരറിവില്ല. അപ്പം അതുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് അതിനെപ്പറ്റിയൊക്കെ ഒന്ന് വിശദീകരിക്കാമോ? നമസ്കാരം. നമ്മുടെ തലച്ചോറ് എന്ന് പറയുന്നത് ഈ കോടാനുകോടി നാഡീകോശങ്ങൾ ചേർന്നിട്ട് ഉണ്ടായിരിക്കുന്ന ഒരു സ്ട്രക്ചറാണ്. അപ്പൊ ഞാൻ പലപ്പോഴും സർജറി ചെയ്യുന്ന സമയത്ത് ഈ തലച്ചോറിനെ കുറിച്ച് നമ്മൾ നോക്കാറുണ്ട്. തലച്ചോറ് തുറന്നു കഴിയുമ്പോൾ ഒരു വളരെ പഞ്ഞു പോലെ വളരെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു സ്ട്രക്ചറാണ്. അപ്പൊ അത് ഓപ്പൺ ചെയ്ത് തലയൊട്ടി തുറന്ന് അകത്തി നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഒരു പാടുണ്ട്. പാട് തുറന്ന് നോക്കുമ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിക്കേണ്ട ആളുകൾ നമ്മൾ പലപ്പോഴും സ്വപ്നം കാണുന്നതും നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ കരയുന്നതും നമ്മൾ ചിരിക്കുന്നതും എല്ലാം നിയന്ത്രിക്കുന്ന ഈ തലച്ചോറിൽ എവിടെയായിരിക്കും ഇതൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? നമുക്ക് അങ്ങനെ ഓപ്പൺ ഒരു കണ്ണുകൊണ്ട് തുറന്നു നോക്കി കഴിഞ്ഞാൽ ഇതൊന്നും കാണാൻ പറ്റില്ല. നമ്മുടെ ചിന്തകളെവിടെയാണ്, നമ്മുടെ സ്വപ്നങ്ങളെവിടെയാണെന്നും കാണാൻ പറ്റില്ല. പക്ഷെ ഈ നാഡീകോശങ്ങൾക്കുള്ളില്, ആ കോടിക്കണക്കിന് നാഡീകോശങ്ങളുടെ ഇടയിൽ സൈനാപ്സുകൾ എന്ന് പറഞ്ഞിട്ടുള്ള നാഡികളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു കണക്റ്റിംഗ് ലിങ്കുകളുണ്ട്. ആ ലിങ്കുകൾക്കുള്ളിലാണ് അതിനുള്ള ഇലക്ട്രോലൈറ്റുകളുടെ ബാലൻസ് ഉണ്ട്. സോഡിയത്തിന്റെയും പൊട്ടാസ്യത്തിന്റെയും ഇന്റർ എക്സ്ചേഞ്ചുകളുണ്ട്. അല്ലെങ്കിൽ സെറട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോണുകളുടെ, ഡോപ്പമിൻ എന്ന് പറയുന്ന ഹോർമോണുകളുടെ ആ ഇന്റർ കണക്ഷൻസ് കൊണ്ടാണ് നമ്മുടെ ഓർമ്മകളും ചിന്തകളും സംസാരങ്ങളും എല്ലാം നമ്മുടെ തലച്ചോറ് ഓർത്ത് വെക്കുന്നത്. അപ്പോൾ അതിനുള്ളിൽ അത് വളരെ ഒരു കോംപ്ലക്സ് ഒരു മെക്കാനിസമാണ് ശരിക്കും പറഞ്ഞത് ഈ തലച്ചോറ്. അപ്പൊ നമ്മള് പലപ്പോഴും പറയാറുണ്ട്, നിന്നെ എന്റെ ഹൃദയത്തിലാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്, അവർ ഓർമ്മകളൊക്കെ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു എന്നൊക്കെ. അതെനിക്ക് തോന്നുന്നൊരു സാഹിത്യ ഭാഷയിലെ കാവ്യാത്മകമായിട്ട് പറയുന്നതായിരിക്കും. പക്ഷെ ഹൃദയത്തിനകത്തല്ല ഈ സംഭവങ്ങളൊന്നും ഇരിക്കുന്നത് അല്ലേ? സത്യം പറഞ്ഞാൽ അതങ്ങനെയല്ല, അതൊരു കാവ്യഭാവന മാത്രം. അതായത് നമ്മള് എന്റെ കരളിന്റെ കരളെ അല്ലെങ്കിൽ എന്റെ ഹൃദയമേ എന്നൊക്കെ പറയുന്നത് നമ്മൾക്കൊരു സ്നേഹം, നമ്മള് സ്നേഹം കൂടുതൽ സ്നേഹിക്കുമ്പോൾ നമ്മൾ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നു, നമ്മൾ ബുദ്ധിപരമായി ചിന്തിക്കുമ്പോൾ നമ്മുടെ തലച്ചോറ് കൊണ്ട് ചിന്തിക്കുന്നു എന്ന് പറയുന്നത്. ബേസിക്കലി ഹൃദയത്തിലല്ല നമ്മുടെ ഓർമ്മകളും സംസാരങ്ങളും, നമ്മുടെ തലച്ചോറ് തന്നെ. നാഡീകോശങ്ങളാണ്, നെർവുകളാണ്, ന്യൂറോൺസ് ആണ് നമ്മുടെ ഇതിലെല്ലാം ചേർത്ത് വെക്കുന്ന സാധനം. അതുകൊണ്ട് തന്നെ ബ്രെയിൻ ആണ് ഏറ്റവും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മളൊരു വ്യക്തിയായിരിക്കുന്നത്, നമ്മുടെ ഒരു ഐഡന്റിറ്റി, ഇതൊക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ തലച്ചോറാണ്. അതാണ് അപ്പം നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളുടെ വ്യക്തിത്വത്തെ നിയന്ത്രിക്കുന്നതും അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും തലച്ചോറിൽ നിന്ന് തന്നെയാണ് വരുന്നത്. അപ്പൊ ഈ ഹൃദയം എന്ന് പറയുന്നത് ജസ്റ്റ് ആ ഒരു ബ്ലഡ് പമ്പ് ചെയ്യാനും അതിനു വേണ്ടിയിട്ട് മാത്രം ഉള്ള ഒരു സംവിധാനമാണ്. അവിടെ ഓർമ്മകളും കാര്യങ്ങളും ഒന്നും വെച്ചിട്ടില്ല. ഓർമ്മകളും കാര്യങ്ങളും ഒന്നും നമ്മുടെ ഹൃദയത്തിലല്ല, തലച്ചോറിൽ തന്നെയാണ്. കൺഫേം ആണ്. അപ്പൊ എനിക്ക് പലപ്പോഴും ഇങ്ങനെ ഒരു കൗതുകം തോന്നാറുണ്ട്. കാര്യം നമ്മള് ഹൃദയം മാറ്റിവെക്കൽ സർജറി ഒക്കെ നമ്മൾ ചെയ്യാമെന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്റെ ഒരു ചിന്ത വരെ, ഇവരുടെ ഹൃദയം മാറ്റിവെക്കുമ്പോൾ അതിനായിരിക്കുമല്ലോ ഈ ഓർമ്മകളും ഈ സ്നേഹവും പ്രണയവും ഒക്കെ സൂക്ഷിച്ചു വെക്കുന്നത്. അപ്പൊ അത് മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു. എന്നാൽ ആ ഒരു വലിയ സംശയത്തിന്റെ ഒരു ഉത്തരമാണ് ഡോക്ടർ ഇപ്പൊ പറഞ്ഞു തന്നിരിക്കുന്നത്. എന്തായാലും ഹൃദയം മാറ്റി വെക്കുന്നതുകൊണ്ട് നമ്മുടെ സ്നേഹമൊന്നും മാറുന്നില്ല എന്നുള്ളത്. തലച്ചോറ് മാറ്റി വെച്ചാൽ മാത്രമേ നടക്കുള്ളൂ. പക്ഷെ തലച്ചോറ് മാറ്റി വെക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ശാസ്ത്രം മൊത്തത്തോളം വളർന്നിട്ടില്ല, ഇതുവരെ വളർന്നിട്ടില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ച്, ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് ഈ തലയുമായി ബന്ധപ്പെട്ട് ആകെ അറിയുന്നത് ഇടയ്ക്കിടയ്ക്ക് വരുന്ന തലവേദന അല്ലെങ്കിൽ മൈഗ്രെയിൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ്. അപ്പം ഡോക്ടർ ഈ ഒരു മേഖലയിൽ നിൽക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾക്ക് ഈ തലയെ പറ്റി, തലച്ചോറിനെ പറ്റി കൂടുതൽ പറയാനുള്ളത്? ഈ അടിക്കടിക്ക് വരുന്ന തലവേദനകൾ വരുന്നുണ്ട്, മൈഗ്രെയിൻസ് വരുന്നു, അത് കൂടാതെ ബ്രെയിൻ ട്യൂമർ പോലുള്ള വലിയ വലിയ രോഗങ്ങള്. അപ്പൊ ഇതിനെയൊക്കെ ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ? ഈ തലച്ചോറിൽ വരുന്ന പല രോഗങ്ങളും പ്രധാനപ്പെട്ട ലക്ഷണം തലവേദന തന്നെയായിരിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും തലയിൽ ഒരു വേദന വന്നു കഴിഞ്ഞാൽ, പലപ്പോഴും ആളെ തെറ്റിദ്ധരിക്കുന്നത് ശക്തമായ തലവേദന വന്നു കഴിഞ്ഞാൽ തലച്ചോറിൽ ട്യൂമർ വന്നു എന്നുള്ള ആദ്യത്തെ ഒരു ചോദ്യം. അപ്പൊ തുടർച്ചയായിട്ട് തലവേദന വന്നു കഴിഞ്ഞാൽ ആൾ വിചാരിക്കും എന്റെ തലച്ചോറിൽ എന്തോ ട്യൂമർ ഉണ്ടെന്ന്. പക്ഷെ തലവേദനകളുടെ പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് ഈ പറഞ്ഞ പോലെ മൈഗ്രെയിൻ, അതായത് അതിന് നമ്മൾ വാസ്കുലർ ഹെഡേക്ക് എന്ന് പറയും. തലച്ചോറിലെ രക്തക്കൊള്ളുകൾ ചില സമയത്ത് ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ശക്തമായ തലവേദനകളെയാണ് മൈഗ്രെയിൻ അഥവാ വാസ്കുലർ ഹെഡേക്ക് എന്ന് പറയുന്നത്. അതിന് പല കാരണങ്ങളുണ്ടാവും. ഇപ്പൊ ചിലർക്ക് ഒരു പ്രത്യേക സ്ട്രെസ് വരുന്ന സമയത്ത്, ജോലി ഭാരം കൂടുന്ന സമയത്ത്, അല്ലെങ്കിൽ ഉറക്കം സമയത്ത് കിട്ടാതെ വരുമ്പോൾ,
അതും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പ്രത്യേക ഒരു ലൈറ്റ് കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്മെല്ലടിക്കുമ്പോൾ അല്ലെങ്കിൽ ചിലർക്ക് ഒരു മാസമുറയുടെ സമയത്ത് മെൻസ്ട്രേഷൻ സമയത്ത് ഇങ്ങനെയൊക്കെ ശക്തമായ തലവേദനകൾ വരാറുണ്ട്. തലയുടെ ഒരു ഭാഗത്തും തുടങ്ങി തലയിലേക്ക് മൊത്തം വ്യാപിച്ച് ചിലപ്പോൾ ഒരു ഛർദിയായിട്ട് അത് മാറി ചിലപ്പോൾ കണ്ണടച്ച് കിടന്നാലോ ഉറങ്ങിയാലോ മാത്രം കുറയുന്ന രീതിയിലുള്ള വരുന്ന തലവേദന, മാസത്തിൽ 2-3 തവണ വന്നുകൊണ്ടിരിക്കുന്ന തലവേദന, അതൊക്കെയാണ് വാസ്കുലർ ഹെഡേക്ക് എന്ന് പറയുന്നത്. അത് വളരെ കോമൺ ആണ്. അതിന് അങ്ങനെ വരുന്ന തലവേദനകളെ നമ്മൾ പ്രൈമറി ഹെഡേക്കുകൾ എന്ന് പറയും. തലച്ചോറിലെ രക്തക്കൊള്ളുകളോട് ബന്ധപ്പെട്ട് വരുന്ന തലവേദനകൾ, തലച്ചോറിലെ വേറെ രോഗങ്ങൾ കൊണ്ടുവരുന്നവയെ സെക്കൻഡറി ഹെഡേക്കുകൾ എന്ന് പറയും. അതായത് വേറെ കാരണങ്ങൾ കൊണ്ട്, അതൊരു പല കാരണം ഉണ്ടാവും. തലച്ചോറിലെ രക്തക്കൊള്ളുകൾ അടഞ്ഞു പോകുന്നതുകൊണ്ട് വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലീഡിങ് പോലെ വന്നുകൊണ്ടാവാം, അല്ലെങ്കിൽ തലച്ചോറ് വെള്ളം കിട്ടുന്നതുകൊണ്ടാവാം, അല്ലെങ്കിൽ മുഴകൾ പോലെ വളർന്നു വരുന്നതുകൊണ്ടാവാം. ഇങ്ങനെയൊക്കെ തലച്ചോറിൽ തലവേദനയ്ക്ക് കാരണങ്ങളുണ്ട്. അപ്പം മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ശക്തമായ തലവേദന വന്നാൽ അത് ബ്രെയിൻ ട്യൂമർ കൊണ്ട് മാത്രമല്ല എന്നുള്ളത് മനസ്സിലാക്കാം. ചിലർക്ക് ഈ രക്തക്കൊള്ളുകൾ പൊട്ടി രക്തസ്രാവം വന്നു കഴിഞ്ഞാൽ തലച്ചോറിൽ അത് ശക്തമായ തലവേദന വരാം. അതിന് ഹെമറാജിക് സ്ട്രോക്ക് പറയും. രക്തക്കൊള്ളു പൊട്ടി വരുന്ന പക്ഷാഘാതം, അതിലും ആളുകൾക്ക് ശക്തമായ തലവേദന വരാം. അപ്പൊ ഈ തലവേദനയുടെ പല ലക്ഷണങ്ങൾ കൊണ്ടാണ് നമ്മൾ ഏത് തരത്തിലുള്ള തലവേദനയാണെന്ന് ക്ലിനിക്കലി നമ്മൾ തീരുമാനിക്കുന്നത്. അത് ഒരു നല്ലൊരു പ്രഗത്ഭനായ ഒരു ഡോക്ടറുടെ ഒരു അസിസ്റ്റൻസോട് കൂടി മാത്രമേ നമുക്ക് അത് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. ശരിക്കും അതായത് ചിലപ്പോൾ തണ്ടർ ക്ലാക്ക് ഹെഡേക്ക് എന്ന് പറയും. നമ്മള് ജീവിതത്തിൽ ഒരിക്കലും വരാത്ത രീതിയിൽ അതിശക്തമായ തലവേദന, തല പൊട്ടിപ്പോകുന്ന പോലെ തലവേദന വരുന്നു, ഇതുവരെ വന്നിട്ടില്ല. അത് ഒരു പക്ഷേ ഒരു മേജർ ആയിട്ടുള്ള ഒരു രോഗത്തിന്റെ ലക്ഷണമാണ്. ആ മേജർ ലക്ഷണം എന്ന് പറഞ്ഞാൽ തലച്ചോറിന്റെ രക്തക്കുള്ളിൽ ഏതെങ്കിലും പൊട്ടി രക്തസ്രാവം വരുന്ന സബ്അരക്നോയിഡ് ഹെമറേജ്, തലച്ചോറിൽ എന്തെങ്കിലും ബ്ലീഡിംഗ് പോലെ വരുന്നതിന്റെ ഒരു ലക്ഷണമാണ് ജീവിതത്തിൽ ഒരിക്കലും വരാത്ത രീതിയിലുള്ള തലവേദന. അതേസമയം വാസ്കുലർ ഹെഡേക്ക്, മൈഗ്രെയിൻ പോലുള്ള തലവേദനകൾ അത്രത്തോളം സിവിയർ ആവില്ല, അടിക്കടി വരുന്നതുമാണ്. ഈ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വരുന്ന വേദനകൾ അതൊരു പക്ഷേ തലച്ചോറിലെ ബ്ലീഡിങ്ങിന്റെ ലക്ഷണങ്ങളാണ്. അതല്ല, ചിലർക്ക് ഈ തലവേദന വരുന്നവർ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ തലവേദന വരും. ഒന്ന് ശബ്ദിച്ചു കഴിയുമ്പോഴത്തേക്ക് അതൊന്ന് കുറയും. അത് തലച്ചോറിലെ പ്രഷർ കൂടുന്നതിന്റെ ലക്ഷണങ്ങൾ, തലച്ചോറിലെ സമ്മർദ്ദം കൂടുന്നതിന്റെ. അത് സാധാരണഗതിയിൽ തലച്ചോറിലെ ഏതെങ്കിലും മുഴകൾ വളർന്നു വരുന്നു, ഗ്രാജുവലി പതുക്കെ തലച്ചോറിൽ വെള്ളം കെട്ടുന്നത് പോലെ വരുന്നു, അല്ലെങ്കിൽ തലച്ചോറിൽ നീര് കൂടി വരുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ തലച്ചോറിൽ സമ്മർദ്ദം വരുമ്പോൾ ഉണ്ടാകുന്ന തലവേദനകൾ മൈൽഡായിട്ട് തുടങ്ങി പിന്നെ ഗുരുതരമായി കൂടി വരുന്ന രീതിയിലാവാം. അപ്പൊ തലവേദനകൾ പല രീതിയിലുണ്ട്. അത് ഏതാണെന്ന് കൃത്യമായിട്ട് നമ്മൾ ലക്ഷണങ്ങൾ വെച്ച് തന്നെ നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ ഡോക്ടർ പറഞ്ഞു തലച്ചോറിനകത്തുണ്ടാകുന്ന ഈ ബ്ലീഡിങ് അതെന്തുകൊണ്ടാണ്? നമ്മൾ പലപ്പോഴും ഹൈപ്പർ ടെൻഷൻ കൊണ്ടുണ്ടാകുന്ന ബ്ലീഡിംഗ് ആണോ, അതല്ല മറ്റു കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുന്നതിന്റെ പിന്നില്? തലച്ചോറിൽ ബ്ലീഡിങ് വരാൻ പല കാരണങ്ങളുണ്ട്. അതായത് ഈ ഹൈപ്പർ ടെൻഷൻ ആണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കണ്ടുവരുന്നത്, ഉയർന്ന രക്തസമ്മർദ്ദം. അപ്പം പൊതുവെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറിയല്ലോ, നമ്മൾ കൂടുതൽ സ്ട്രെസ്ഫുൾ ലൈഫാണല്ലോ. അപ്പം സ്ട്രെസ് ഇല്ലാത്ത ആരും ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഈ സ്ട്രെസ് ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടാവാൻ ഒരു കാരണമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഉയർന്ന രക്തസമ്മർദ്ദം വരുമ്പോൾ തലച്ചോറിലെ ചെറിയ രക്തക്കൊള്ളുകളുണ്ട്. തലച്ചോറിലേക്ക് വരുന്ന മെയിൻ രക്തക്കൊള്ളുകളെല്ലാം ചെറിയ ബ്രാഞ്ചുകളായിട്ട് പിരിഞ്ഞാണ് തലച്ചോറിൽ വന്നിട്ട് രക്തം കൊടുക്കുന്നത്. നമ്മുടെ ന്യൂട്രീഷൻ എല്ലാം തലച്ചോറിലേക്ക് എത്തുന്ന അങ്ങനെയാണ്. അപ്പൊ ഈ രക്തക്കൊള്ളുകൾ ഉയർന്ന രക്തസമ്മർദ്ദം വരുമ്പോൾ രക്തക്കൊള്ളുകൾ പെട്ടെന്ന് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. സാധാരണ തലച്ചോറിലെ രക്തക്കൊള്ളുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗാർഡൻ പൈപ്പില്ലേ, നമ്മളെ പച്ച ഒരു പൈപ്പ്, ആ ഒരു പൈപ്പ് പോലെ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നേച്ചർ ഉള്ളതാണ് തലച്ചോറിലെ രക്തക്കൊള്ളുകൾ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾക്ക് ഈ സ്ട്രെസ് വരുമ്പോൾ അല്ലെങ്കിൽ ഉയർന്ന രക്തസമ്മർദ്ദം വരുമ്പോൾ ശരീരത്തിൽ കൊളസ്ട്രോളിന്റെ ലെവൽ കൂടുമ്പോൾ ഈ രക്തക്കൊള്ളുകളുടെ നേച്ചർ അങ്ങോട്ട് മാറും. അതിപ്പോ ഒരു നമ്മള് കറണ്ട് കൊണ്ടുപോകുന്ന പൈപ്പ് പോലെ സ്റ്റിൽ പൈപ്പ് ആവും. നമുക്കറിയാം ഗാർഡൻ ക്ലോസിലൂടെ എത്ര പ്രഷറിൽ വന്നാലും അത് പൊട്ടിപ്പോകത്തില്ല. പക്ഷെ ഇതിനകത്തൂടെ വന്നു കഴിഞ്ഞാൽ അത് പ്രഷർ കൂടി കഴിഞ്ഞാൽ പൊട്ടത്തില്ല. ദാറ്റ്സ് എ സിമ്പിൾ തിങ്. അതുപോലെ തന്നെയാണ് നമ്മുടെ തലച്ചോറിലെ രക്തക്കൊള്ളിൽ സംഭവിക്കുന്ന കാര്യം, അത് പൊട്ടിപ്പോവാം. അപ്പോഴാണ് ഈ ബ്ലീഡിങ് വരുന്നത്. ബ്ലീഡിങ് വരുമ്പോൾ ചിലപ്പോ സാധാരണ 1-2 ഏരിയ ബ്രെയിനിനുള്ളിൽ ഒരു ബ്രെയിൻ, നമ്മുടെ ബേസൽ ഗാംഗ്ലിയ എന്ന് പറഞ്ഞ ഭാഗമുണ്ട്, സെറിബെല്ലം എന്ന് പറഞ്ഞ ഭാഗമുണ്ട്, ബ്രെയിൻ സ്റ്റം എന്ന് പറഞ്ഞ ഭാഗമുണ്ട്. അപ്പൊ അവിടെയൊക്കെയാണ് സാധാരണ ഇങ്ങനെയുള്ള ബ്ലീഡിങ് കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് തലച്ചോറിന്റെ 2 ഭാഗങ്ങളുണ്ട്, റൈറ്റ് സൈഡ് ഉണ്ട്, ലെഫ്റ്റ് സൈഡ് ഉണ്ട്. അപ്പം സാധാരണ നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വലതു ഭാഗവും ഇടതു ഭാഗവും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഒന്ന് ഡോമിനന്റ് ലോബ്, അതായത് നമ്മുടെ ഇടതു ഭാഗത്തെ ബ്രെയിൻ നമ്മുടെ ചിന്തകളും സംസാരങ്ങളും വലതുവശത്തിന്റെ കൺട്രോളും ഒക്കെ ഇടതുഭാഗത്ത് ബ്രെയിനാണ് കൂടുതൽ നിയന്ത്രിക്കുന്നത്. വലതുഭാഗത്ത് ബ്രെയിനിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളൊരു പാട്ട് കേൾക്കുന്നു, ആ പാട്ട് നമ്മൾ എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് റൈറ്റ് ബ്രെയിനിലെ ടെമ്പറൽ ലോബ് ആക്ട് ചെയ്താലേ പറ്റത്തുള്ളൂ. അത് തലച്ചോറിലെ കുറച്ച് ഭാഗങ്ങള് ഇടതുഭാഗവും മേജർ ആയിട്ടുള്ള ഭാഗങ്ങൾ ഇടതുഭാഗമാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പം
ഈ ഭാഗങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ബ്ലീഡിങ്ങുകൾ വ്യത്യാസമാണ്. റൈറ്റ് സൈഡിൽ ഉണ്ടാകുന്ന ബ്ലീഡിങ്ങിന്റെ പ്രത്യേകത ആയിരിക്കും ലെഫ്റ്റ് സൈഡിൽ അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് തലച്ചോറിൽ. ഇപ്പം നമ്മുടെ ഡോക്ടർ ഒരുപാട് സർജറികൾ ബ്രെയിനിനെ സംബന്ധിച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പം എന്താണ് പ്രധാനമായും ഏത് സർജറിയാണ് ഡോക്ടർ? അത് എത്ര സർജറി ഒക്കെ ചെയ്യുന്ന ഒരു ദിവസങ്ങളിലൊക്കെ? നമ്മൾ സാധാരണ ഒരു മാസത്തിൽ ഒരു 30 സർജറികളും സാധാരണ ചെയ്യാറുണ്ട്. അത്രയും അസുഖങ്ങളുണ്ടല്ലോ. അതിനകത്ത് തന്നെ കോമൺ ആയിട്ട് ചെയ്യുന്നത് ബ്രെയിനിന്റെ സർജറികൾ അതിനൊരു 30% കാണത്തുള്ളൂ. കൂടുതലും സ്പൈൻ റിലേറ്റഡ് സർജറികളാണ്. ബ്രെയിനിൽ ട്യൂമറുകൾ ഉണ്ടാവും. തലച്ചോറില് ബ്രെയിൻ ട്യൂമറുകൾ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ട്യൂമറുകളുണ്ട്. ക്യാൻസർ, ചെറിയ കുട്ടികൾക്കൊക്കെ ഈ ബ്രെയിൻ ട്യൂമർ വരുന്നുണ്ട്. ജെനറ്റിക്സ് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട്. കുട്ടികൾ ഉണ്ടാകുന്ന ബ്രെയിൻ ട്യൂമറുകൾക്ക് ജെനറ്റിക്സിന് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. ഒരു 5 to 10% ആളുകൾക്ക് കുട്ടികൾക്ക് ജനിതകപരമായി തന്നെ ചില ട്യൂമറുകൾ ഉണ്ടായി കണ്ടിട്ടുണ്ട്. മുതിർന്നവരിൽ പക്ഷെ വരുന്നത് കൂടുതലും ക്യാൻസറസ് ട്യൂമറുകൾ ആവണം നിർബന്ധമില്ല. ക്യാൻസറുകൾ അല്ലാത്ത മുഴകളാണ് കൂടുതലും തലച്ചോറ് ഉണ്ടാകുന്നത്. തലച്ചോറിന്റെ ഒരു പാടുണ്ട്, മെനിഞ്ചസ് എന്ന് പറഞ്ഞ പാടയ്ക്ക്. ആ മെനിഞ്ചസിൽ നിന്ന് കാണുന്ന മെനിഞ്ചിയോമകളുണ്ട്. അത് ക്യാൻസർ അല്ലാത്ത മുഴകളാണ്. പക്ഷെ നമ്മുടെ തലച്ചോറിലെ നാഡീകോശങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഗ്ലയൽ കോശങ്ങളുണ്ട്. നാഡീകോശങ്ങൾ ഫ്രീ ആയിട്ട് കിടക്കുമല്ല, അത് പിടിച്ചു നിർത്തുന്ന ഗ്ലയൽ കോശങ്ങൾക്ക് അതിൽ നിന്ന് വരുന്ന മുഴകൾ ഗ്ലയോമാസ് എന്ന് പറയും. അത് തന്നെ ക്യാൻസറസും നോൺ ക്യാൻസറസും ഉണ്ട്, പല ഗ്രേഡുകളുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള മുഴകളെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ഗ്രന്ഥിയുണ്ട് തലച്ചോറിൽ, പിറ്റ്യൂട്ടറി ഗ്രന്ഥി. അതിൽ നിന്നൊരു മുഴകൾ വരാം. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നുള്ള പിറ്റ്യൂട്ടറി അഡിനോമാസ് എന്ന് പറയും. ഹോർമോൺസ് കൂടുതലായിട്ട് ഉണ്ടാകുന്ന മുഴകൾ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ചിലർക്ക് കാഴ്ചക്ക് കുറവ് വരാം. ഈ കണ്ണിന്റെ സൈഡിൽ നിന്നുള്ള വിഷൻ പോകും ചിലർക്ക് ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ മുഴകൾ. അല്ലെങ്കിൽ ഉണ്ടാകുന്ന തലച്ചോറിലെ മുഴകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചിലർക്ക് ഛർദി ആയിരിക്കും. ഞാൻ പറഞ്ഞ തലവേദന, ഛർദി, ഒരു സൈഡിലെ ബലക്കുറവ്, അല്ലെങ്കിൽ അപസ്മാരം, തലകറക്കം, ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങളൊക്കെ ഈ തലച്ചോറിലെ മുഴകൾ ഉണ്ടാവാം. അപ്പം അതൊക്കെയാണ് നമ്മൾ സാധാരണ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതായത് തലച്ചോറിലെ മുഴകള്. അതുപോലെ തന്നെ തലച്ചോറിലെ രക്തക്കുഴലുകളിൽ വരുന്ന അബ്നോമാലിറ്റീസ്, അതായത് തലച്ചോറിലെ രക്തക്കുഴലുകളിൽ കുമിളകൾ പോലെ വന്നിട്ട് അന്യൂറിസം എന്ന് പറയുന്ന രോഗമുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സന്ദർഭം വീടുന്നത് പെട്ടെന്ന് അതിശക്തമായ തലവേദന. അതിന്റെ കാരണം ഈ തലച്ചോറിലെ രക്തക്കുഴലുകൾ കുമിളകൾ പോലെ വന്നിട്ട് പൊട്ടുന്നത്. അപ്പം അതിൽ നിന്ന് വരുന്ന ബ്ലീഡിംഗ് കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാം. അത് നമ്മൾ സാധാരണ ഓപ്പറേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അപകടങ്ങൾ മേഡം ഇപ്പൊ പറഞ്ഞില്ലായിരുന്നു, തലയൊന്ന് മുട്ടി. അത് ഞാനിത് കഴിഞ്ഞ തന്നെ ചോദിക്കണം എന്ന് കരുതിയിരിക്കുവായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മള് പൊതുവേ നമുക്കുള്ളൊരു ചിന്ത എന്ന് പറഞ്ഞാൽ, ഇപ്പൊ കൊച്ചുകുട്ടികളാണെങ്കിലും വീണാല്, വലിയവര് വീണാല് നമ്മൾ ആദ്യം നോക്കുന്നത് തല പൊട്ടിയിട്ടുണ്ടോ എന്നാണ്. ഇപ്പം ഇന്നലെ എനിക്കൊരു ഇൻസിഡന്റ് ഉണ്ടായി. ഒരു അയണിന്റെ ഒരു റോഡ് എന്റെ തലയിൽ ഇവിടെ വന്ന് ഇടിച്ചു. പക്ഷെ പൊട്ടലുണ്ടായില്ല. അപ്പം തല വല്ലാണ്ടങ്ങ് മുഴച്ചു വന്നു. അപ്പം അത് നോക്കിയിട്ട് അവർ പറഞ്ഞില്ല, പേടിക്കണ്ട, ബ്ലീഡിങ് ഇല്ല. അപ്പൊ ഞാൻ ആദ്യം പറയുന്നവരോട്, അയ്യോ ബ്ലീഡിങ് ഇല്ല, എങ്കിൽ പേടിക്കണം. അതായത് നമ്മളുടെ ഒരു പൊതുവായിട്ടുള്ളൊരു ചിന്തയാണ്, ഒന്ന് വീണ് തല പൊട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ഇന്റേണൽ ബ്ലീഡിംഗ് ഒന്നും ഉണ്ടാവില്ല, അത് ഓക്കെ ആണെന്നുള്ളത്. അത് എന്തെങ്കിലും അതിനകത്തൊരു വാസ്തവമുണ്ടോ? അതിനകത്ത് സത്യം പറഞ്ഞാൽ വാസ്തവമില്ല, അതൊരു തെറ്റിദ്ധാരണയാണ്. ബേസിക്കലി നമ്മുടെ തലച്ചോറ് എന്ന് പറയുന്നത്, തലയോട്ടി എന്ന് പറയുന്ന വളരെ ഹാർഡായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. വളരെ കട്ടി കൂടിയ ഒരു ഏരിയയിൽ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്ന ഒരു ഏരിയയാണ്. ഈവൻ നമ്മുടെ ഹൃദയ വാരിയലുകൾ കൊണ്ട് പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്ന പോലെ അതിനേക്കാളും കൂടുതൽ പ്രൊട്ടക്ഷൻ നമ്മുടെ തലച്ചോറിനുണ്ട്. അപ്പൊ ഈ തലയോട്ടിയില് പൊട്ടലുകൾ വന്ന് തലച്ചോറിൽ അകത്തേക്കോ അല്ലെങ്കിൽ തലച്ചോറിന്റെ പുറമേയോ ഒക്കെ രക്തസ്രാവം വരുന്നതാണ് കൂടുതൽ ഗുരുതരമായിട്ട് നമ്മൾ പറയുന്നത്. ഈ തലയോട്ടിയുടെ പുറമേ വന്ന് ഈ പൊട്ടി പുറത്തേക്ക് ബ്ലീഡിങ് വരുന്നതോ അതൊന്നും ശരിക്കും ഒന്നും തലച്ചോറിനെ ബാധിക്കുന്ന കാര്യമല്ല. അതായത് നമുക്ക് വളരെ തലയോട്ടി എവിടെയെങ്കിലും നമ്മുടെ തല ഇടിച്ചു കഴിഞ്ഞാൽ അതിശക്തമായ തലവേദന, അല്ലെങ്കിൽ നമുക്ക് ഛർദ്ദിക്കുന്നത് പോലെ തോന്നുക, നമുക്ക് തല ഇറങ്ങുന്ന പോലെ തോന്നുക, നമുക്ക് കൂടുതൽ അപസ്മാരം പോലെ വരിക, അല്ലെങ്കിൽ നമ്മുടെ ബോധം കുറയുന്നത് പോലെ തോന്നുക, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മേഡം എടുത്തതുപോലെ സിറ്റി സ്കാനോ അങ്ങനെ എന്തെങ്കിലും എടുത്ത് നോക്കുന്നതാണ് സേഫ് ആയിട്ടുള്ള കാര്യം. അപ്പൊ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം. ഇപ്പൊ ഡോക്ടർ ഇപ്പൊ പറഞ്ഞത് നമ്മുടെ വീഴ്ചയുടെ കാര്യം. ഈ കൊച്ചു കുട്ടികൾ നമുക്കറിയാം എപ്പോഴും വീഴുന്ന ഒരു പ്രായം. ഈ കുട്ടികൾ വീഴുന്ന, ഈ തല ഇടിക്കുന്നത്, അത് അവർക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ടോ? സാധാരണഗതിയിൽ അങ്ങനെ ഉണ്ടാവില്ല. കുട്ടികൾ തലയിടിക്കുന്നത് സാധാരണമാണ് വീട് പോകുന്നത്. പിന്നെ കുട്ടികളുടെ തലയോട്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ മുതിർന്നവരുടെ പോലെ അത്രയും ഹാർഡല്ല, അത്ര കുറച്ചൊരു സോഫ്റ്റ് ആണ്. അപ്പൊ ഈവൻ ചെറിയ ഇടികളൊക്കെ വന്നാലും അവർക്ക് തലച്ചോറില് അത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. പക്ഷെ എന്നാലും കുട്ടികൾ വീണ് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ചെറിയ കുട്ടികൾ ചിലപ്പോൾ ചില അമ്മമാരെ കുട്ടികളെ മടിയിൽ വെച്ചിരുന്ന് അവരുടെ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി കുട്ടികളെ മടിയിൽ നിന്ന് താഴെ വീണിട്ടുണ്ട്. ബെഡിൽ കിടന്നുറങ്ങുമ്പോൾ കുട്ടികൾ മറിഞ്ഞ് താഴെ വീണിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വീണ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഈ പറഞ്ഞ ലക്ഷണങ്ങൾ,
അതായത് അവരുടെ തല എഴുതലും ഭാഗത്ത് നന്നായിട്ട് മുഴിച്ചു വരുന്നു, അല്ലെങ്കിൽ ഈ ശക്തമായ തലവേദന എടുത്ത് കുട്ടികൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നു, അവരുടെ കരച്ചിൽ നമുക്ക് നിർത്താൻ സാധിക്കുന്നില്ല, അവർ ഛർദ്ദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ബോധം കുറയുന്ന പോലെ, ആക്ടിവിറ്റീസ് കുറയുന്ന പോലെ തോന്നുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളൊരു സ്കാനിങ് ഒക്കെ എടുത്ത് നല്ല ഒരു ഡോക്ടറിന്റെ ഒരു നിർദ്ദേശം എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇപ്പൊ നമ്മള് പലപ്പോഴും ഇങ്ങനെ വീഴ്ചയില്ല അല്ലെങ്കിൽ തലയെ ശക്തമായി ഇടിച്ചു കഴിയുമ്പോൾ ഈ വോമിറ്റിംഗ്, ഈ ഛർദില് അതൊരു ഇമ്പോർട്ടന്റ് കാര്യമായി നമ്മൾ ഛർദിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്, അതെന്താണ് അതിന്റെ ഒരു? അത് ഈ തലയോട്ടിക്ക് ഉള്ളില് ഈ തലച്ചോറ് ഇരിക്കുന്നു ഞാൻ പറഞ്ഞു. അപ്പൊ തലച്ചോറിലുണ്ടാകുന്ന ക്ഷതങ്ങൾ പലപ്പോഴും തലച്ചോറിൽ സമ്മർദ്ദം ഉണ്ടാകും. ക്ഷതങ്ങൾ കൊണ്ടിടുന്ന തലച്ചോറിൽ നീര് കൊടുക്കും. തലച്ചോറ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്, വളരെ പഞ്ഞു പോലെ ഇരിക്കുന്ന സ്ട്രക്ചറാണ്. അതിൽ നീര് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു മുട്ടത്തോടിനുള്ളില്, ഒരു മുട്ടക്കുള്ളില് ഉണ്ണി എങ്ങനെ ഇരിക്കുന്നു അതുപോലെയാണ് തലച്ചോറ്. അപ്പൊ അതിനകത്ത് നീര് കൂടി കഴിഞ്ഞാൽ അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല, പ്രഷർ കൂടും. പ്രഷർ കൂടി കഴിയുമ്പോഴത്തേക്കും ആ ഛർദ്ദിക്കുന്ന മെക്കാനിസം, തലച്ചോറിലെ പ്രഷർ കുറയ്ക്കാനായി നമ്മൾ ഛർദ്ദിച്ചു കഴിയുമ്പോൾ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ശരീരത്തിൽ കുറയുകയും അത് തലച്ചോറിലെ പ്രഷർ കുറച്ച് കുറയ്ക്കും. അതൊരു മെക്കാനിസമാണ്. അത് ബ്രെയിൻ തന്നെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന മെക്കാനിസം. അതുകൊണ്ട് ഛർദ്ദി ഒരു ലക്ഷണമായി നമുക്ക് കാണും. ഒരു പ്രോബ്ലം തലച്ചോറിൽ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. അതെ, നമ്മളെ കുറച്ചുകൂടെ ഒന്ന് എന്താ പറയാ, കുറച്ചുകൂടെ ഒന്ന് അലേർട്ട് ആക്കുന്ന ഒരു സ്ട്രക്ചറാണ്. ഓക്കെ. അപ്പൊ ഡോക്ടർ, എനിക്ക് വേറൊരു കാര്യം ചോദിക്കില്ല. ഇപ്പൊ നമുക്കറിയാം ഈ ബൈക്ക് ആക്സിഡന്റുകൾ നമുക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന ഒന്ന് ബൈക്ക് ആക്സിഡന്റുകളും അതുപോലെ തന്നെ ബ്രെയിൻ ഡെത്ത് സംഭവിക്കുക, അത് ചെറുപ്പക്കാരായ കുട്ടികളാണ്. ഈ ഹെൽമെറ്റ് വെക്കണം എന്നുള്ളത് ഒരു അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണെങ്കിൽ പോലും പലപ്പോഴും കുട്ടികൾ അത് അനുസരിക്കാറില്ല. ഇപ്പൊ ഈ ബൈക്ക് ആക്സിഡന്റിൽ ഏറ്റവും കൂടുതൽ ബ്രെയിൻ ഡെത്ത് ആണ് സംഭവിക്കുന്നത്. അതായത് ഈ ഹെൽമെറ്റ് ഇല്ലാതെ വരുമ്പോൾ അതിന്റെ റീസൺ എന്താ? തലയിടിച്ച് വീണ് കഴിയുമ്പോഴത്തേക്ക് ഉടനെ നമ്മൾ കേൾക്കുന്നത് ബ്രെയിൻ ഡെത്ത് ആണ്. അപ്പൊ അതെന്താണ് ഇത് അങ്ങനെ ഒരു സംഭവം വരുന്നതിന്റെ പ്രധാന കാരണം? അത് എന്താ വെച്ചാൽ നമ്മുടെ നാട്ടില് അപകട മരണങ്ങളിൽ കൂടുതലും സംഭവിക്കുന്നത് ബ്രെയിൻ ഡെത്ത് കൊണ്ട് തന്നെയാണ്. ബ്രെയിനിൽ ഉണ്ടാകുന്ന ഇഞ്ചുറി കൂടുതലായിട്ട് വരുന്നതുകൊണ്ടാണ്. ഈ ഹെൽമെറ്റ് വെക്കാതിരിക്കുന്നത് ഒരു പ്രധാന കാരണമാണ്. വെച്ചാൽ തന്നെ ആളുകൾ അതിന്റെ ബക്കിൾ പ്രോപ്പറായിട്ട് ഇടത്തില്ല. അതിപ്പോഴും പലപ്പോഴും ആളുകൾ ശ്രദ്ധിക്കുന്നില്ല. ഒന്ന്, ഹെൽമെറ്റിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹെൽമെറ്റ് വെക്കുന്നത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഹെൽമെറ്റ് വേണം. അതുപോലെ തന്നെ വെക്കുമ്പോൾ അത് പോലീസുകാരിൽ നിന്ന് പിഴ കിട്ടാതിരിക്കാനായിട്ട് വെക്കുന്നതിനല്ല, ബെൽറ്റ് ഇട്ട് നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ തലച്ചോറിനെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ അത് ഇടണം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. പ്രധാനമായിട്ടും സംഭവിക്കുന്ന പറഞ്ഞാൽ ഈ ആക്സിഡന്റ്, ഹെവി സ്പീഡ് ഇഞ്ചുറികളില് ബൈക്കുകളൊക്കെ നല്ല സ്പീഡിൽ അല്ലെങ്കിൽ നല്ലൊരു ഇമ്പാക്ട് വന്ന് തലയിട്ട് എവിടെയെങ്കിലും ഇടിച്ചു കഴിഞ്ഞാൽ ഈ തലച്ചോറുണ്ടാകുന്ന പ്രൈമറി ഇൻസൾട്ടുകൾ, ആദ്യമേ വരുന്ന ഇമ്പാക്ട് വളരെ ഗുരുതരമാണെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ഡാമേജ് വളരെ കൂടുതലായിരിക്കും. അതേസമയം ഈ ബ്രെയിനിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, ഈ പ്രൈമറി ഇൻസൾട്ട് ഉണ്ടെങ്കിലും അത് എത്രയും പെട്ടെന്ന് അതിന്റെ സെക്കൻഡറി ഇൻസൾട്ട് വരാതെ, അതായത് ആദ്യം ഒരു ഇഞ്ചുറി വന്നു, ബ്രെയിനിലൊരു ഡാമേജ് വന്നു, അതിൽ നിന്ന് കൂടുതൽ ഗുരുതരമായ രീതിയിലേക്ക് ബ്രെയിനിലെ ഡാമേജ് കൂടി വരാം, ബ്രെയിനിലെ സമ്മർദ്ദം കൂടി വരും. ആ രണ്ടാമത് ആ ബ്രെയിനിൽ സമ്മർദ്ദം കൂടി വന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് കറക്റ്റ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ഹെഡ് ഇഞ്ചുറി വന്ന ഒരാൾ കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് അതിന്റെ ഒരു കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുത്താൽ സെക്കൻഡറി ഇഞ്ചുറി, അതായത് ബ്രെയിനിൽ ഉണ്ടാകുന്ന ഇമ്പാക്ട് കൊണ്ട് വന്ന ദോഷങ്ങൾ കൂടി വരാതെ അതിനകത്ത് ഓക്സിജൻ പ്രോപ്പറായിട്ട് എത്തണം, ബ്ലഡ് പ്രോപ്പറായിട്ട് ബ്രെയിനിലേക്ക് എത്തണം, ബ്രെയിനിൽ സ്വെല്ലിംഗ് ഉണ്ടാവാൻ നോക്കണം, അപസ്മാരം ഉണ്ടാവാൻ നോക്കണം, ബ്രെയിനിൽ ഉണ്ടാകുന്ന ബ്ലീഡിങ്ങുകൾ കൂടാതെ നോക്കണം. അല്ലെങ്കിൽ ബ്ലീഡിങ് വന്നിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഓപ്പറേറ്റ് ചെയ്ത് നീക്കം ചെയ്യണം. അപ്പൊ അങ്ങനെ, അല്ലെങ്കിൽ ചിലപ്പോൾ ആ ബ്രെയിൻ ഫംഗ്ഷൻ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ട്യൂബൊക്കെ ഇട്ട് വെന്റിലേറ്റ് ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ശ്രമിക്കുന്നു. പലപ്പോഴും ശ്രദ്ധിക്കുന്ന നമ്മുടെ നാടുകളിലെ റോഡുകളിലൊക്കെ സംഭവിക്കുന്ന അപകടം ഉണ്ടായി അവിടെ കിടക്കും, മണിക്കൂറുകൾ കടന്നു കഴിഞ്ഞിട്ടായിരിക്കും ഹോസ്പിറ്റലിൽ എത്തിക്കാൻ സാധിക്കുന്നത്. അപ്പൊ അത് ഒരു പ്രധാന പ്രോബ്ലമാണ്. പിന്നെ പലപ്പോഴും ആളുകൾ ഹെഡ് ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ ഈ ഹെൽമെറ്റ് വെച്ചിരിക്കുന്ന കുട്ടികളാണെങ്കിലും ഹെൽമെറ്റ് ചിലർക്ക് പെട്ടെന്ന് എടുത്തു മാറ്റാൻ പോകും. അങ്ങനെ ചെയ്യരുത്. ഹെൽമെറ്റ് എടുത്ത് മാറ്റാൻ ശ്രമിക്കരുത്. അതായത് ഒന്ന്, പലപ്പോഴും ഈ ഗുരുതരമായിട്ടുള്ള ഹെഡ് ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ ആൾക്ക് അസോസിയേറ്റഡ് ആയിട്ട് സെർവിക്കൽ സ്പൈനൽ ഇഞ്ചുറി വരാം, കഴുത്തിലെ കശേരുക്കളുടെ ഇടയിൽ പൊട്ടൽ വരാം. അപ്പൊ അങ്ങനെ ഈ ഹെൽമെറ്റ് പെട്ടെന്ന് കഴുത്ത് പിടിച്ച് തിരിച്ച് എടുത്തു മാറ്റാൻ ശ്രമിക്കുന്നു. അല്ലെങ്കിൽ ഈ ബോധം കെട്ട്, നമ്മുടെ നാട്ടിൽ പ്രത്യേകത ഉണ്ടല്ലോ, നമ്മുടെ എവിടെയൊക്കെ അപകടം വന്നു കഴിഞ്ഞാൽ ഉടനെ ഓടിച്ചെന്ന് എഴുന്നേപ്പിച്ചിരുത്തി വെള്ളം കൊടുക്കണം. അത് ശരിക്കും ഒരു തികച്ചും അൺസയന്റിഫിക് ആയിട്ടുള്ള കാര്യം, സയന്റിഫിക് അല്ലാത്ത കാര്യം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നാമത് എഴുന്നേപ്പിച്ചിരുത്തുന്നത് തന്നെ ചെയ്യരുത്. നമുക്ക് എത്രത്തോളം ഇഞ്ചുറി, നമുക്ക് കൈകാലുകളൊക്കെ അനക്കുന്ന കുറവായിട്ടുള്ള ആളുകൾക്ക് എഴുന്നേപ്പിച്ചിരുത്തി കഴിഞ്ഞാൽ നമ്മൾ വന്നിരിക്കുന്ന സ്പൈനൽ കോഡിലുള്ള ഇഞ്ചുറി കൂട്ടുക ചെയ്യുന്നത് നമ്മൾ. അപ്പൊ ഈ ഹെഡ് ഇഞ്ചുറി വന്നിട്ടുള്ളവർക്ക് സ്പൈനൽ കോഡിലും ഇഞ്ചുറി വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. അങ്ങനെയുള്ളവരെ നമ്മൾ
എഴുന്നേൽപ്പിച്ചിരുത്താൻ ശ്രമിക്കരുത്, വെള്ളം കൊടുക്കാൻ ശ്രമിക്കരുത്, അവർ എഴുന്നേൽപ്പിച്ച് ഓടിക്കാനൊക്കെ നോക്കത്തില്ല. അങ്ങനെ ഒന്നും ചെയ്യരുത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. കഴുത്തിലുണ്ടായിരിക്കുന്ന ഹെൽമെറ്റ് ഊരരുത്. അത് കഴിവതും ഊരുകയാണെങ്കിൽ തന്നെ വളരെ സേഫായി കഴുത്ത് അനങ്ങാതെ വേണം ഊരാനായിട്ട്. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് ഈ ഹെഡ് ഇഞ്ചുറികളിലെ നമ്മുടെ ആ ഒരു സെക്കൻഡറി ഇൻസൾട്ടുകൾ ഒഴിവാക്കാൻ നമുക്ക് ചെയ്യേണ്ടത്. അതുപോലെ ഡോക്ടർ, ഈ ബ്രെയിൻ ഡെത്ത് എന്ന് പറയുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. അപ്പൊ എപ്പോഴാണ് ഈ ഒരു ബ്രെയിൻ ഡെത്ത് ആയി? നമ്മൾ പലപ്പോഴും അറിയാം, ആള് കോമയിലാണ്, വെന്റിലേറ്ററിലാണ്, വെന്റിലേറ്റർ ഊരി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആള് മരിച്ചു എന്നുള്ളതാണ്. ഈ ബ്രെയിൻ ഡെത്ത് സംഭവിക്കുന്ന ആ ഒരു അവസ്ഥ, അത് ഏത് അവസ്ഥയ്ക്കാണ് നമ്മൾ ഈ ബ്രെയിൻ ഡെത്ത് ആയി എന്ന് പറയുന്നത്? അതായത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഈ ബ്രെയിനിന്റെ കാര്യത്തിലുണ്ട്. ഇറിവേഴ്സിബിൾ ബ്രെയിൻ ഡാമേജ് എന്ന് പറയും. ഒരിക്കലും തിരിച്ചു വരാത്ത അവസ്ഥയിലേക്ക് ബ്രെയിനിന്റെ പ്രവർത്തനം നിന്നു പോകുന്ന ഒരു അവസ്ഥയാണ് ബ്രെയിൻ ഡെത്ത് എന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. അതായത് ബ്രെയിന് തന്നെ പ്രവർത്തിക്കാൻ പറ്റിയൊരു സാഹചര്യമില്ല. ബ്രെയിനിലേക്കുള്ള കോശങ്ങൾ ഓക്സിജൻ കുറഞ്ഞു പോകുന്നതുകൊണ്ടോ രക്തസ്രാവം വരുന്നത് കൊണ്ടോ ഒക്കെ തിരിച്ചൊരു നോർമൽ അവസ്ഥയിലേക്ക് വരാത്ത രീതിയിൽ ബ്രെയിൻ ഡാമേജ് ആയി പോകുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ട്. അത് പല ക്രൈറ്റീരിയ വെച്ചിട്ടാണ് നമ്മളത് ഡിഫൈൻ ചെയ്യുന്നത്. അതിന് തന്നെ പല നമ്മള് ആപ്നിയ ടെസ്റ്റുകളുണ്ട്, EEG-കളുണ്ട്, ബ്രെയിനിന്റെ സ്കാനിങ്ങുകളുണ്ട്. അപ്പൊ അങ്ങനെ പല ടെസ്റ്റുകൾ നടത്തിയിട്ടായിരിക്കും നമ്മൾ ബ്രെയിൻ ഡെത്ത് ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പം പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ബ്രെയിൻ പ്രവർത്തിച്ചില്ലെങ്കിലും നമ്മുടെ അവയവങ്ങൾ പ്രവർത്തിക്കാം. ഹൃദയം, കിഡ്നി, ലിവർ ഇതൊക്കെ നശിച്ചു പോകത്തില്ല. പക്ഷെ ബ്രെയിൻ തിരിച്ചു വരത്തില്ല. അത് അങ്ങനെ ഒരു സിറ്റുവേഷനാണ് നമ്മൾ ഓർഗൻ ഡൊണേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ ഈ വെന്റിലേറ്ററിൽ വെക്കുക എന്ന് പറയുന്നത്. അതായത് ഈ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചതാണോ ഈ വെന്റിലേറ്ററിൽ നമ്മള്? അല്ല, വെന്റിലേറ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞില്ല, സിവിയർ ആയിട്ടുള്ള ഹെഡ് ഇഞ്ചുറി വന്നിട്ടുള്ളവർക്ക്, ഗുരുതരമായ തലച്ചോറിൽ അപകടം വന്നിട്ടുള്ളവർക്ക് തലച്ചോറിലേക്കുള്ള ഓക്സിജൻ പ്രോപ്പറായിട്ട് എത്തി സെക്കൻഡറി ഇൻസൾട്ടുകൾ ബ്രെയിനിൽ വരാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമാണ് വെന്റിലേഷൻ. അതായത് നമുക്ക് തന്നെ ബ്രീത്ത് എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മുടെ വെന്റിലേറ്റർ എന്ന് പറയുന്ന ഒരു മെഷീൻ പ്രോപ്പറായിട്ട് നമുക്ക് ശരീരത്തിലേക്ക്, ലങ്സിലേക്ക് ഓക്സിജൻ എത്തിച്ചു കൊടുക്കും. ആ റേറ്റ് കറക്റ്റ് ആണ്. നമ്മളൊരു മിനിറ്റിൽ 18 തവണ ശ്വസിക്കുന്നുണ്ട് എന്ന് വിചാരിക്കാം. ഈ വെന്റിലേറ്റർ ചിലപ്പോൾ 18 or 20 തവണ നമുക്ക് ഓക്സിജൻ പ്രോപ്പറായിട്ട് നമ്മുടെ ലങ്സിലേക്ക് എത്തിക്കും, നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് മാറ്റുകയും ചെയ്യും. അത് മാത്രമാണ് വെന്റിലേറ്ററിന്റെ ഫംഗ്ഷൻ. വെന്റിലേറ്റർ നമ്മുടെ ജീവൻ പിടിച്ചു നിർത്താൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഉപകരണം മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് തിരിച്ച് ഒരു ലൈഫിലേക്ക് വരാനുള്ള ചാൻസസ് എത്ര പെർസെന്റേജ് ഉണ്ട്? നമ്മുടെ ബ്രെയിൻ ഡെത്ത് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒഫീഷ്യലി ഹീസ് ഡെഡ്. ഒരു ബ്രെയിൻ ഡെത്ത് നമ്മൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യന്റ് മരിച്ചു, അയാൾ മരിച്ചു, അല്ലെങ്കിൽ അയാൾ മരിച്ചു എന്നുള്ളത്. അപ്പം അതിനകത്ത് പിന്നെ തിരിച്ചു വരവെന്നുള്ള ക്വസ്റ്റ്യൻ. അതാണ് അങ്ങനെ ഒരു മരണം നമ്മൾ സ്ഥിരീകരിച്ച് കഴിഞ്ഞാണ് ഓർഗൻ ഡൊണേഷനിലേക്ക് പോകുന്നത്. അപ്പൊ ശരിക്കും ഒരുപാട് ഈ ബൈക്ക് ആക്സിഡന്റുകൾ, ഈ ബ്രെയിൻ ഡെത്ത് സമയം കുഞ്ഞുങ്ങളോടാണ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും, 2-വീലർ യൂസ് ചെയ്യുന്ന എല്ലാവരോടുമായിട്ടുള്ള ഞങ്ങളൊരു അഭ്യർത്ഥനയാണ്. ലൈഫ് എപ്പോഴും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഹെൽമെറ്റ് വെച്ചുള്ള ഒരു പരിധി വരെയൊക്കെ നമുക്ക് ഇതിനെ പ്രതിരോധിക്കാൻ പറ്റുമല്ലോ അല്ലെ? അപ്പൊ ദയവായി നിങ്ങൾ ഹെൽമെറ്റ് വെക്കുക. ഡോക്ടർ പറഞ്ഞ പോലെ ഒരു പോലീസുകാരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അല്ല ഹെൽമെറ്റ് വെക്കേണ്ടത്, നമ്മുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എല്ലാവരും ഹെൽമെറ്റ് വെക്കുക. പ്രോപ്പറായിട്ട് അതിന്റെ ആ ഒരു ബക്കിലിട്ട് അത് കറക്റ്റ് ആയിട്ട് നമ്മൾ പലരും മുടിയൊക്കെ പോകുന്നതൊക്കെ പറഞ്ഞിട്ടാണ് ഇത് വെക്കാതിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ജീവനാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ ഡോക്ടർ ഇപ്പൊ പറഞ്ഞു തരുന്നത്, നമുക്ക് തലച്ചോറിൽ വരുന്ന മുഴകൾ എല്ലാം ഒന്നും ക്യാൻസറസ് അല്ല, എല്ലാം ഒന്നും നമുക്ക് ലൈഫ് ത്രെട്ടനിങ് അല്ല. അതൊക്കെ സർജറി ഒക്കെ ചെയ്ത് നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈലും ഈ തലച്ചോറുമായിട്ട് എന്തെങ്കിലും, അതായത് ലൈഫ് സ്റ്റൈലിലൂടെ നമുക്ക് തലച്ചോറ് എന്തെങ്കിലും ദോഷം ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ടോ? ഇപ്പൊ നമുക്കറിയാം ലൈഫ് സ്റ്റൈൽ രോഗങ്ങളാണ് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ ജീവിതശൈലി രോഗങ്ങളാണ്. അപ്പൊ ഈ ജീവിതശൈലിയിൽ ഉണ്ടാവുന്ന വ്യത്യാസം കൊണ്ട് തലച്ചോറിന് എന്തെങ്കിലും ഇതുപോലെ ബാധിക്കാൻ സാധ്യതയുണ്ടോ? ജീവിതശൈലികൾ തീർച്ചയായിട്ടും നമ്മൾ തലച്ചോറിനെ ബാധിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ കാണുന്ന ജീവിതശൈലി രോഗങ്ങൾ ഉയർന്ന രക്തസമ്മർദ്ദം, ഉയർന്ന ബ്ലഡ് ഷുഗറിന്റെ ലെവൽ, ഡയബറ്റീസ് വരിക, ഉയർന്ന കൊളസ്ട്രോളിന്റെ അളവ്, വ്യായാമക്കുറവ്, ഉയർന്ന ലെവലിലുള്ള ശരീരഭാരം, അല്ലെങ്കിൽ സ്ഥിരമായി പുകവലിക്കുക, മദ്യപിക്കുക, ഇതെല്ലാം നമ്മുടെ ജീവിതശൈലിയെ ബാധിക്കുന്ന, നമ്മുടെ ജീവിതശൈലിയോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളല്ലേ. ഇതെല്ലാം നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്നുണ്ട്. അപ്പൊ ഉയർന്ന രക്തസമ്മർദ്ദം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഉയർന്ന രക്തസമ്മർദ്ദം വരുമ്പോൾ തലച്ചോറിലെ രക്തക്കുഴലുകൾ പൊട്ടിപ്പോകാനുള്ള സാധ്യത, പക്ഷാഘാതം, സ്ട്രോക്ക് പോലെ വരാനുള്ള സാധ്യത ഉയർന്ന രക്തസമ്മർദ്ദത്തിലുണ്ട്. ഡയബറ്റീസ് നമ്മുടെ തലച്ചോറിന്റെ പല ഈ സ്മോൾ രക്തക്കുഴലുകളെ ബാധിച്ച് കൊളസ്ട്രോൾ കൂടി നിൽക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ രക്തക്കുഴലുകൾ അടഞ്ഞു പോകാനും പക്ഷാഘാതം വരാനും സാധ്യത കൂടുതലാണ്. നമ്മുടെ ഓർമ്മ, നമ്മുടെ മെമ്മറി, ഡിമെൻഷ്യ,
ഓർമ്മക്കുറവ് നേരത്തെ തന്നെ ആളുകൾക്ക് പ്രത്യക്ഷപ്പെടാം. ഉയർന്ന രക്തസമ്മർദ്ദവും വാസ്കുലർ ഡിമെൻഷ്യ എന്ന് പറയുന്നത് ഉയർന്ന രക്തസമ്മർദ്ദം ഉള്ളവർക്കും ഡയബറ്റീസ് കൂടി നിൽക്കുന്നവർക്കും ഉയർന്ന കൊളസ്ട്രോൾ ഉള്ളവർക്കും ഒക്കെ ഓർമ്മക്കുറവ് നേരത്തെ തന്നെ പ്രത്യക്ഷപ്പെടാം. അതുപോലെ തന്നെ ഈ പുകവലിക്കുന്നവര് ഇപ്പൊ കൂടുതലല്ലേ, കൂടുതൽ പണ്ടത്തെ അത്ര ഇല്ലെങ്കിൽ പോലും ഇപ്പോഴും പുകവലിക്കുന്നവരെ തീരെ അങ്ങനെ പുകവലി ഉപേക്ഷിച്ചിട്ടില്ല. അത് നമ്മുടെ തലച്ചോറിനെ ഈ പറയുന്ന പോലെ ഓർമ്മക്കുറവ് ഉണ്ടാകാനും സ്ട്രോക്ക് ഉണ്ടാകാനും പക്ഷാഘാതം ഉണ്ടാകാനും ഒക്കെ കാരണമാണ്. ഡോക്ടർ ഓർമ്മയെ പറ്റി പറഞ്ഞപ്പോഴാണ് ഇപ്പൊ പൊതുവെ ഞാനാണെങ്കിലും പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ്. പലപ്പോഴും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ചില വേർഡുകൾ അത് പെട്ടെന്ന് മറന്നു പോവാണ്. അപ്പം നമ്മളിതെന്ത് ഇങ്ങനെ എന്റെ മെമ്മറി ലോസ് ആവുന്നത്, അത് പിന്നെ കുറെ നേരം നമ്മളിങ്ങനെ ആലോചിക്കുമ്പോഴാണ് ഒരു വേർഡ് കിട്ടുന്നത്. ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും നിന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു വേർഡിനായിരിക്കും ഇമ്പോർട്ടന്റ്. അപ്പൊ ആ ചില വാക്കുകൾ മറന്നു പോവുക, അത് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു വാക്ക് മറന്നു പോകുന്ന പറയുമ്പോൾ നമ്മൾ പാനിക് ആവും. അത് ഈ കോവിഡിന് ശേഷം പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്കിങ്ങനെ ഒരു ഓർമ്മക്കുറവുണ്ട്, നമ്മൾ കാര്യങ്ങൾ മറന്നു പോകുന്നു, പേരുകൾ മറന്നു പോകുന്നു. അത് എന്തെങ്കിലും ബന്ധമുണ്ട് കോവിഡും ഇപ്പോഴത്തെ ഒരു ചെറുപ്പക്കാരിലൊക്കെ ഉണ്ട് ഓർമ്മക്കുറവ്? അത് എന്തെങ്കിലും ബന്ധമുണ്ടോ ഡോക്ടർ? കോവിഡും ഓർമ്മക്കുറവും തമ്മിൽ ഇതുവരെ ഒരു ബന്ധവും നമ്മളിങ്ങനെ സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടില്ല. പലപ്പോഴും ആളുകൾ ഒരു തെറ്റിദ്ധാരണയായിട്ട് തന്നെ കണക്കൂട്ടുന്നതാണ്. കോവിഡ് വാക്സിൻ എടുത്തിട്ട് പക്ഷാഘാതം കൂടുന്നു, ഹൃദയാഘാതം കൂടുന്നു എന്നൊക്കെ പറയുന്നത് ഇതുവരെ അങ്ങനെ ഒരു സയന്റിഫിക്കലി ഈ കാര്യം തെളിയിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ എന്നാൽ പോലും ആളുകൾക്ക് ഈ ഓർമ്മക്കുറവ് വരുന്ന ചെറുപ്പക്കാരിലാണെങ്കിലും മുതിർന്ന പ്രായമായിരുന്ന ഓർമ്മക്കുറവ് കൂടി വരുന്നു എന്നുള്ള ആളുകൾ നോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ കൂടുതലും അത് ഈ പറയുന്ന പോലെ ആൽഷിമസ് പോലെയുള്ള രോഗങ്ങളോ അല്ലെങ്കിൽ ഡിമെൻഷ്യ പോലെ വാസ്കുലർ ഡിമെൻഷ്യ പോലുള്ള രോഗങ്ങളോ തന്നെ ആവണം നിർബന്ധമില്ല. കൂടുതലും ആളുകൾ ഒരു മൾട്ടി ടാസ്കിങ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഓർമ്മക്കുറവ് വരുന്നത്. അതായത് നമ്മളിപ്പോ ഒരു കാര്യം ചെയ്യുന്നു, നമ്മുടെ പലപ്പോഴും നമ്മൾ ചില കാര്യങ്ങൾ വിട്ടുപോകണം. ഇപ്പൊ ചില അമ്മമാർ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ അടുക്കളയിലെ ഗ്യാസ് കത്തിച്ചു വെച്ചിട്ട് അവര് കുട്ടികളുടെ കാര്യം അന്വേഷിക്കാൻ പോകും. അപ്പൊ ആ സമയത്തായിരിക്കും അവരുടെ മക്കളെ വിദേശത്ത് നിന്ന് വിളിക്കുന്നത്. അപ്പൊ ആ ഒരു ഫോൺ എടുക്കാൻ പോകും, അല്ലെങ്കിൽ വേറെ കാര്യങ്ങളിൽ ചെടിക്ക് നനയ്ക്കാൻ പോകും. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് ഫോക്കസ് ചെയ്യാതെ ഇരിക്കുന്നത് കൊണ്ടാണ് പലതിലേക്ക്, അതായത് സ്ട്രെസ്ഫുൾ ലൈഫാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ പല കാര്യങ്ങൾ ഒരേ സമയം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വരുന്ന ചെറിയൊരു ഓർമ്മക്കുറവുകളൊന്നും വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. ഇപ്പൊ നമ്മളിപ്പം മെമ്മറിയെ പറ്റി, നമ്മുടെ സ്റ്റോറേജ് ആണല്ലേ ജീവിതത്തിൽ നമ്മൾ ജനിക്കുമ്പോൾ ഉള്ള മെമ്മറി അല്ലെങ്കിലും ഒരു പ്രായം തൊട്ടുള്ള നമ്മുടെ ഓർമ്മകൾ മൊത്തം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഹൃദയത്തിലല്ല ബ്രെയിനിൽ തന്നെയാണ്. അപ്പൊ നമ്മുടെ ചിന്തകൾ ഭയങ്കര ഫാസ്റ്റ് അല്ലേ ഡോക്ടർ? അതെ അതെ, അങ്ങനെ അത് ചിന്ത നമുക്ക് ഏറ്റവും വേഗത കൂടിയത് എന്താണെന്നൊരു ചോദ്യം യക്ഷൻ യുധിഷ്ഠിരനോട് ചോദിച്ച ഒരു കഥയുണ്ട് മഹാഭാരതത്തിൽ അവരിങ്ങനെ വാനപ്രസ്ഥത്തിന് കാട്ടില് ഒരു വനവാസത്തിന് പോയ സമയത്ത് ഈ യുധിഷ്ഠിരൻ ദാഹിച്ചു വളഞ്ഞു. അവർ കാട്ടിലൂടെ നടക്കുന്ന സമയത്ത് അവർക്ക് ദാഹിച്ചു വളഞ്ഞു, വെള്ളം കിട്ടുന്നില്ല. അപ്പം ഒരു സാധാരണ രീതിയിൽ ഏറ്റവും വലിയ ആളെ വെള്ളം എടുക്കാൻ പോകുന്നത് നകുലൻ പോയി, സഹദേവൻ പോയി, അർജുനൻ പോയി, ഭീമൻ പോയി. പക്ഷെ ആരും തിരിച്ചു വന്നില്ല. അവസാനം യുധിഷ്ഠിരൻ മാത്രം ഒറ്റയ്ക്കായി. അപ്പം വെള്ളം എടുക്കാൻ പോയ ആരും വരുന്നില്ല. അപ്പൊ യുധിഷ്ഠിരൻ വെള്ളം എടുക്കാനായിട്ട് പോയപ്പോ അവര് തടാകത്തിന്റെ കരയിൽ ഈ 4 സഹോദരങ്ങൾ മരിച്ചു കിടക്കുന്നില്ല. അപ്പൊ യുധിഷ്ഠിരൻ ഇവർക്ക് വെള്ളം കൊടുക്കാനും സ്വയം കുടിക്കാനും ഒക്കെ ആയിട്ട് വെള്ളം എടുക്കാൻ അങ്ങനെ ചെന്നപ്പോ അവിടെ ഒരു കൊക്ക് ഇരിപ്പുണ്ട്. അപ്പൊ കൊക്ക് ഒരു യക്ഷനാണ്. യമധർമ്മനായിരുന്നു കൊക്കായിട്ട് വന്നതാണ്. അപ്പം യമധർമ്മൻ യുധിഷ്ഠിരനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പല ചോദ്യങ്ങൾ ചോദിക്കും. അപ്പം അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ലോകത്തെ ഏറ്റവും വേഗതയുള്ള ഏതാണെന്ന് ചോദിച്ചു. അപ്പൊ യുധിഷ്ഠിരൻ കറക്റ്റായിട്ടുള്ള മറുപടി പറഞ്ഞു. കറക്റ്റായിട്ടുള്ള മറുപടി പറഞ്ഞില്ലെങ്കിൽ ഇവരാരും ജീവിക്കത്തില്ല, യുധിഷ്ഠിരൻ മരിച്ചു പോകും. യുധിഷ്ഠിരൻ കറക്റ്റായിട്ടുള്ള മറുപടി പറഞ്ഞു, അതായത് ചിന്തകൾക്കാണ്, നമ്മുടെ മനസ്സിനാണ് ഏറ്റവും വേഗതയുള്ളത്. അപ്പം അത് ഒരു കറക്റ്റായിട്ടുള്ള ഉത്തരവായിരുന്നു. അപ്പൊ വേറെ കുറെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് രണ്ടാമത്തെ ചോദ്യം ഇതാണ്, ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചാൽ അറിയാം. അപ്പൊ അതൊരു കഥയാണ് കേട്ടോ. അപ്പം ഏറ്റവും അത്ഭുതമുള്ള കാര്യം എന്താണെന്ന് അറിയാമോ? അതെ, ലോകത്തിലെ ഏറ്റവും അത്ഭുതമുള്ള കാര്യം, നമ്മൾ മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന എല്ലാവരും മരിച്ചു പോകും എന്നുള്ളത് ഒരു സത്യമല്ലേ? ജീവനുള്ള എല്ലാവരും മരിച്ചു പോകും. പക്ഷെ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ന് മരിക്കും എന്ന് നമുക്ക് അറിയില്ല എങ്കിൽ പോലും മരിക്കില്ല എന്നുള്ള വിശ്വാസത്തോടു കൂടി നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്നാണ് യുധിഷ്ഠിരൻ പറഞ്ഞ മറുപടി. അത് യമധർമ്മനെ ഇഷ്ടപ്പെടുകയും അങ്ങനെ ആ സഹോദരങ്ങളെല്ലാം ജീവിച്ച് ജീവനോട് തിരിച്ചു വരികയും ചെയ്തു. അപ്പൊ അതിനകത്ത് ചോദിച്ചതിൽ ഏറ്റവും വേഗതയുള്ള ഏതിനാണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞ മറുപടി നമ്മുടെ മനസ്സിനാണ്. അപ്പം നമ്മുടെ ചിന്തകൾക്ക് നമുക്കൊന്ന് ചിന്തിച്ചിരിക്കുന്നത് ഇപ്പൊ തന്നെ നമുക്ക് വേണം ചന്ദ്രനിൽ പോയി ചന്ദ്രൻ എന്താ നടക്കുന്നെന്നുള്ള കാര്യങ്ങൾ വേണം നമുക്ക് ചിന്തിച്ചെടുക്കാം. മനസ്സിലായില്ലേ? നമുക്ക് ലോകത്തിൽ എവിടെ വേണേലും നമ്മുടെ ചിന്തകൾ കൊണ്ട് എത്തിച്ചേരാൻ. അതെല്ലാം ഇരിക്കും നമ്മുടെ തലച്ചോറിലാണ്.
ആ തലച്ചോറിലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൈനാപ്സുകളില് നമ്മുടെ നാഡീകോശങ്ങൾക്കിടയിലുള്ള ഇന്റർ കണക്ഷൻസിനാണ് ആ ഓർമ്മകൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അതിനെ ഈ പറയുന്ന ജീവിതശൈലികൾ എല്ലാം ആ ഒരു പല രോഗങ്ങൾ കൊണ്ട് ചിലപ്പോൾ നമുക്ക് ഓർമ്മകൾ നഷ്ടപ്പെടാം, ചിലർക്ക് ട്രീറ്റ്. പക്ഷെ ഈ ഓർമ്മകൾ നഷ്ടപ്പെടുന്ന അവസ്ഥ